നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്പ ലീഗിന്റെ ഫൈനൽ മത്സരത്തിന് തൊട്ടു മുമ്പാണ് എമി മാർട്ടിനസിന് പരിക്ക് പറ്റിയത്, അന്നത്തെ ആ കളിയുടെ വാമപ്പിനിടക്ക്. എന്നിട്ടും ആ ഫൈനൽ മത്സരം ആസ്റ്റൺ വില്ലക്കായിട്ട് താരം കളിക്കളത്തിലിറങ്ങി ഫ്രീബർഗിനെ 3-0 തോൽപ്പിച്ച് കിരീടം ചൂടി. പക്ഷേ അതത്ര ചെറിയ കാര്യമായിരുന്നില്ല. വേദന 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 വേൾഡ് കപ്പ് നഷ്ടമാകുമെന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഡോക്ടർമാരൊക്കെ സർജറി വേണമെന്ന് പറഞ്ഞു. എന്നിട്ടും എമി മാർട്ടിനസ് അത് വേണ്ട, വേൾഡ് കപ്പ് കഴിയട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. കരിയറിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ്, ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് അന്ന് എമിലിയാനോ മാർട്ടിനസ് എടുത്തത് എന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു. അവർ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിബു മാർട്ടിനസിൻ്റെ വൈഫിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അവർ പറയുന്നു, നിങ്ങളോട് വളരെ അടുത്ത ആളുകൾക്ക് മാത്രമേ ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് നിങ്ങൾ കടന്നുപോയ കാര്യങ്ങൾ മനസ്സിലാവൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള ഈ ജേണി നമ്മൾ ആരംഭിക്കുന്നത് ഒരു സിംഗിൾ മത്സരം പോലും കളിക്കാനാവും എന്ന് ഉറപ്പില്ലാതെയാണ്. കാരണം നിങ്ങളുടെ വിരൽ പൊട്ടിക്കഴിഞ്ഞിരുന്നു. ഓൾറെഡി യൂറോപ്യൻ ടൈറ്റിൽസ് ആ വേദനയോടുകൂടിയാണ് നേടിയത്. ഫൈനല് കഴിഞ്ഞ് നമുക്കൊരു റെസ്റ്റിനുള്ള സമയം വരുമ്പോൾ അതിനുപോലും നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം അത്രയധികം പ്രശ്നങ്ങളിലൂടെയാണ് അപ്പോൾ കടന്നുപോയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പൂളിൽ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നിങ്ങളും അതിലേക്ക് എടുത്ത് ചാടി ആ സ്പെഷ്യൽ മൊമെൻ്റ് ആഘോഷമാക്കേണ്ടതാണ്. പക്ഷേ ഇഞ്ചുറിയുടെ റിസ്ക് ഉള്ളതുകൊണ്ട് അത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവുമായിരുന്നില്ല. ഒരുപാട് കോളുകൾ ഡോക്ടർമാരുമായിട്ട് സ്പെഷ്യലിസ്റ്റുകളുമായിട്ടൊക്കെ നമ്മൾ നടത്തുകയും എല്ലാവരും പറഞ്ഞത് സർജറി വേണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പ് നഷ്ടമാകും എന്നുള്ള ബോധ്യത്തിൽ നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയായിരുന്നു. സ്വന്തം ബോഡിയെ നിങ്ങൾ വിശ്വസിച്ചു, അത് ഹീലാകും എന്ന് നിങ്ങൾ വിശ്വസിച്ചു, വേദന സഹിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ആഴ്ചകളോളം എക്സ്റേസും കാസ്റ്റും, ഉറക്കമില്ലാത്ത രാത്രികൾ, വേദന കൊണ്ട് പുളഞ്ഞ രാത്രികൾ, അൺസർട്ടനിറ്റി, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ടീമിനോടൊപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് എത്തിയിട്ട് അവിടെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ പറ്റാത്തൊരവസ്ഥ. എല്ലാവരും വേൾഡ് കപ്പിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രെയിനിങ് നടത്തേണ്ടി വന്നു. ഒരു വർഷം മുഴുവനും ഇതിനായിട്ട് കാത്തിരുന്നിട്ട് ഇത് കളിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. എത്രത്തോളം ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്നെനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനം, കരിയറിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് നിങ്ങൾ എടുത്തത് എന്നുറപ്പുണ്ട് എന്ന് ഭാര്യ പറയുന്നു. തീർച്ചയായിട്ടും വലിയ വേദന, വലിയ പ്രശ്നങ്ങളിലൂടെയാണ് എമി മാർട്ടിനസ് കടന്നുപോയത്. എന്നിട്ടോ തൻ്റെ രാജ്യത്തിനായിട്ടെല്ലാം സമർപ്പിക്കുന്ന എമിയെയാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലടക്കം നമ്മൾ കണ്ടത്. ദാറ്റ്സ് ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എഴുതാം.